ഹായ് മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മൊഡ്യൂൾ 4 ആണ് നോക്കുന്നത്. നമുക്കറിയാം മൊഡ്യൂൾ 4 സ്റ്റാർട്ടിങ് തന്നെ ബൗണ്ടഡ് സെറ്റ്, പിന്നെ അതുപോലെ തന്നെ സീക്വൻസ്, സീരീസ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ് ഇഫ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0, 0 if x is equal to 0. At x is equal to 0 is continuous, discontinuous at x is equal to 0 and has discontinuity of first kind. C പറയുന്നത് discontinuous at x is equal to 0 and has removable discontinuity. D പറയുന്നത് discontinuity of second kind. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ലിമിറ്റ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുക. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് 0നേക്കാൾ ചെറുതാകുമ്പോൾ, അതായത് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ, ഇവിടെ അല്ലേ 0നേക്കാൾ ചെറുതാണ് എക്സ് എങ്കിൽ അത് എന്തായിരിക്കും? മൈനസ് എക്സ് അല്ലേ വരിക. അപ്പോൾ എന്ത് വരും? മോഡ് എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സ് തന്നെ വരും. അടിയിൽ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് വരും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് എക്സ് ബൈ എക്സ്. അതായത് എന്ത് വരും? -1 എന്ന് കിട്ടും. ഇനി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്, അതായത് 0ത്തേക്കാൾ വലുതാകുമ്പോൾ എക്സ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ മുകളിലും താഴെയും പോസിറ്റീവ് തന്നെയായിരിക്കും. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1. ഈ രണ്ട് ലിമിറ്റും ഈക്വൽ അല്ല. രണ്ട് ലിമിറ്റും ഈക്വൽ അല്ലാത്ത സിറ്റുവേഷനിൽ എന്ത് തരം ഡിസ്കണ്ടിന്യൂറ്റി ആണ്? ഇതിപ്പോൾ നമുക്കറിയാം ഈക്വൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഇത് രണ്ടും ഈക്വൽ അല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുന്നത്. ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യാത്ത അവസ്ഥയിലാണ് നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എസ് ഇസ് എ നോൺ എംപ്റ്റി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, ഇൻഫിമം ഓഫ് എസ് ഇസ് ഈക്വൽ ടു സുപ്രീം ഓഫ് എസ്, ഇൻഫിമം ഓഫ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് സുപ്രീം ഓഫ് മൈനസ് എസ്, ഇൻഫിമം ഓഫ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് സുപ്രീം ഓഫ് എസ്, ഇൻഫിമം ഓഫ് എസ് ഇസ് ഈക്വൽ ടു സുപ്രീം ഓഫ് മൈനസ് എസ്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. അതായത് ഇൻഫിമം ഓഫ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് സുപ്രീമം ഓഫ് മൈനസ് എസ് ആയിരിക്കും കറക്റ്റ് കേട്ടോ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ. നമ്മൾ കണ്ടിന്യൂസിൻ്റെയും ഡിഫറൻഷ്യബിളിൻ്റെ ഒക്കെ മലയാളം വേർഡ് മുന്നേ നോക്കിയതുണ്ടായിരുന്നു കേട്ടോ. അതായത് കണ്ടിന്യൂറ്റിയിൽ നമ്മൾ സന്തതം എന്നാണ് പറയാറ്, അതുപോലെ ഡിഫറൻഷ്യബിലിറ്റിയിൽ നമ്മൾ അവകലനം എന്നാണ് പറയാറ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, കണ്ടിന്യൂസ് ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, ഡിസ്കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, നൺ ഓഫ് ദിസ്. ഓക്കെ, നമുക്കറിയാവുന്നൊരു കാര്യമാണ് മോഡുലസ് ഫംഗ്ഷൻ. അത് മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് ആണ്, പക്ഷേ അതെന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ, അപ്പോൾ അതിൽ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഇൻറ്റു 1 പ്ലസ് 2^1/2 പ്ലസ് 3^1/2 പ്ലസ് എക്സെട്ര പ്ലസ് n^1/n വില എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുക കോഷി ഫസ്റ്റ് തിയറം വെച്ചിട്ടാണ് ഈ ലിമിറ്റ് കണ്ടുപിടിക്കുക. എന്താണ് കോഷി ഫസ്റ്റ് തിയറം പറയുന്നത്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്ന് പറയുന്നത് L ആണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് an/n എന്ന് പറയുന്നതും L ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതാണ് a1, ഇത് a2, ഇത് a3 എക്സെട്ര, ഇതാണ് എന്ത്? an. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ a-ൻ്റെ ലിമിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്താണോ a-ൻ്റെ ലിമിറ്റ് അത് തന്നെയായിരിക്കും എന്ത്? ഇതിൻ്റെ കംപ്ലീറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അത് കോഷീസ് ഫസ്റ്റ് തിയറം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ an ഇസ് ഈക്വൽ ടു n⁻⁴ ആണ്. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n⁻⁴ എന്ന് പറയുന്നത് എന്താ? 1 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഇൻറ്റു 1 പ്ലസ് 2^1/2 പ്ലസ് 3^1/3 പ്ലസ് എക്സെട്ര പ്ലസ് n⁻⁴ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്തത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n⁻⁴ ഏതാണെന്നുള്ളത് ഇവിടെ നമ്മൾ കോഷീസ് സെക്കൻഡ് തിയറമാണ് ഉപയോഗിക്കുന്നത്. എന്താ കോഷീസ് സെക്കൻഡ് തിയറം പറയുന്നത്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an⁻⁴ തന്നെയായിരിക്കും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an+1/an. ഓക്കെ, അപ്പം നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നതിന് പകരം ഇത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഫോമിലാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിച്ചാൽ എന്താണോ ഇതിൻ്റെ ലിമിറ്റ് അത് തന്നെയായിരിക്കും ഇതിൻ്റെയും ലിമിറ്റ്. ഇത് സെക്കൻഡ് തിയറം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് an ആണ് കിട്ടും. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an⁻⁴ അല്ല, അപ്പോൾ n⁻⁴ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n+1 ഡിവൈഡഡ് ബൈ n⁻⁴ അല്ലേ. an എന്ന് പറഞ്ഞാൽ n⁻⁴. അപ്പോൾ an+1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? n+1 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ an+1
എ എൻ പ്ലസ് വൺ ബൈ എ എൻ എന്നല്ല പറഞ്ഞത്. അപ്പോൾ എന്ത് എഴുതി നമ്മൾ എൻ പ്ലസ് വൺ ഫാക്ടോറിയൽ ബൈ എൻ ഫാക്ടോറിയൽ. എൻ പ്ലസ് വൺ ഫാക്ടോറിയലിനെ എങ്ങനെ മാറ്റി എഴുതാം? എൻ ഫാക്ടോറിയൽ ഇൻറ്റു എൻ പ്ലസ് വൺ എഴുതാം. അപ്പോൾ ഈ എൻ ഫാക്ടോറിയലും ഈ എൻ ഫാക്ടോറിയലും കട്ടായിപ്പോയി. ബാക്കി എന്താ ഉള്ളത്? എൻ പ്ലസ് വൺ. എന്നിന് ഇൻഫിനിറ്റി കൊടുത്താൽ ഈ ലിമിറ്റ് എന്താവും? ഇൻഫിനിറ്റി തന്നെയായിരിക്കും. അപ്പോൾ ഏതായിരിക്കും ശരി? ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ദ സീരീസ് സിഗ്മ എക്സ് റേസ് ടു എൻ ബൈ 3 റേസ് ടു എൻ ഇൻറ്റു എൻ സ്ക്വയർ കൺവേർജസ് ഇഫ്. നമുക്ക് 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ എക്സ് ഗ്രേറ്റർ ദാൻ 3, രണ്ടാമത്തത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, മൂന്നാമത്തെ എക്സ് ഈസ് ഈക്വൽ ടു 3, നാലാമത്തെ എക്സ് ലെസ് ദാൻ 3. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് റേഷ്യോ ടെസ്റ്റ് ആണ്. ഓക്കെ, റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാം ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് വൺ ബൈ എ എൻ സിക്കൽ ടു. നമുക്കൊരു ലിമിറ്റ് കിട്ടി, എൽ ആണെന്ന് വിചാരിക്കാം. ഈ എല്ല് ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ ഈ സീരീസ് കൺവേർജ് ചെയ്യും, എല്ല് ഒന്നിനേക്കാൾ വലുതാണെങ്കിൽ ഈ സീരീസ് ഡൈവേർജ് ചെയ്യും. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനാദ്യം തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് വൺ ബൈ എ എൻ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ എ എൻ ഏതാ? എക്സ് റേസ് ടു എൻ ബൈ 3 റേസ് ടു എൻ ഇൻറ്റു എൻ സ്ക്വയർ. അപ്പോൾ എ എൻ പ്ലസ് വൺ എന്തായിരിക്കും? എൻ കാണുകൊടുത്ത് എൻ പ്ലസ് വൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ 3 റേസ് ടു എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് വൺ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് വൺ ബൈ എ എൻ ചെയ്ത് നോക്കാം. എന്ത് കിട്ടും? ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് വൺ എന്താ? എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ 3 റേസ് ടു എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇത് തിരിച്ചിടുക. അപ്പോൾ എന്ത് വരും? 3 റേസ് ടു എൻ ഇൻറ്റു എൻ സ്ക്വയർ ബൈ എക്സ് റേസ് ടു എൻ. ഓക്കെ, അപ്പോൾ മാക്സിമം വെട്ടിക്കളയണം. അപ്പോൾ ആ രീതിക്കാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നോക്കിയറിയാം, എക്സ് റേസ് ടു എൻ പ്ലസ് വണ്ണ് നമുക്ക് അങ്ങനെ എഴുതാം? എക്സ് റേസ് ടു എൻ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. അതുപോലെ 3 റേസ് ടു എൻ പ്ലസ് വൺ എങ്ങനെ എഴുതാം? 3 റേസ് ടു എൻ ഇൻറ്റു 3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ നമ്മളിതിൽ വരുത്തുകയാണ്. എക്സ് റേസ് ടു എൻ പ്ലസ് വണ്ണിന് പകരം എക്സ് റേസ് ടു എൻ ഇൻറ്റു എക്സ് എന്ന് എഴുതി ഡിവൈഡഡ് ബൈ 3 റേസ് ടു എൻ പ്ലസ് വണ്ണിന് പകരം 3 റേസ് ടു എൻ ഇൻറ്റു 3 എന്ന് എഴുതി. അതുപോലെ തന്നെ നമ്മൾ എൻ സ്ക്വയർ വെട്ടിക്കളയാനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എൻ പ്ലസ് വൺ ഹോൾ സ്ക്വയറിൽ നിന്ന് ഒരു എൻ സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കും. ഓക്കെ, അപ്പോൾ എന്താവും? ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ബാക്കി എന്തുണ്ടാവുള്ളൂ? 1 പ്ലസ് 1 ബൈ എൻ അല്ലേ? ഓക്കെ, പിന്നെ നമ്മുടെ എ എൻ്റെ ടേമുകൾ എഴുതി. ഈ 3 റേസ് ടു എന്നും ഈ 3 റേസ് ടു എന്നും വെട്ടിപ്പോയി. ഈ എക്സ് റേസ് ടു എന്നും ഈ എക്സ് റേസ് ടു എന്നും വെട്ടിപ്പോയി. ഈ എൻ സ്ക്വയറും വെട്ടിപ്പോയി. ബാക്കി എന്താ വരുന്നത്? എക്സ് ബൈ 3 ഇൻറ്റു 1 പ്ലസ് 1 ബൈ എൻ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 1 ബൈ എന്നിന് ഇൻഫിനിറ്റി കൊടുത്തത് 0 ആവും. ഓക്കെ, അപ്പോൾ ബാക്കി എന്താ ഇവിടെ വരിക? എക്സ് ബൈ 3 ഇൻറ്റു 1 പ്ലസ് 0, അതായത് എക്സ് ബൈ 3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇത് കൺവേർജൻ്റ് ആവണമെങ്കിൽ റേഷ്യോ ടെസ്റ്റ് പ്രകാരം നമുക്ക് തന്നിരിക്കുന്നത് കൺവേർജൻ്റ് ആവണമെങ്കിൽ എന്താ പറഞ്ഞിരുന്നത്? അത് ലെസ് ദാൻ 1 ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്തെടുത്തു? എക്സ് ബൈ 3 ലെസ് ദാൻ 1 ആയിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? എക്സ് ലെസ് ദാൻ 3. ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, എക്സ് ഇസ് ഈക്വൽ ടു 3 ആകുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കുക. അതായത് എക്സിന് പകരം 3 ഇട്ട് കൊടുക്കുക. സീരീസിൽ എക്സിന് പകരം 3 ഇട്ട് കൊടുത്തു. അപ്പോൾ എന്ത് വന്നു? 3 റേസ് ടു എൻ ബൈ 3 റേസ് ടു എൻ ഇൻറ്റു എൻ സ്ക്വയർ. അപ്പോൾ ഈ 3 റേസ് ടു എൻ ഈ 3 റേസ് ടു എന്നും വെട്ടിപ്പോയി. ബാക്കി എന്താ വന്നത്? നമുക്ക് 1 ബൈ എൻ സ്ക്വയർ. നമുക്കറിയാം ഈ കൊടുത്തിരിക്കുന്ന ഈ 2വിനെ നമ്മൾ പി സീരീസ് ആണ്. അതായത് പി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ കൺവേർജൻറ്റും പി ലെസ് ദാൻ 1 ആണെങ്കിൽ ഡൈവർജൻറ്റും ആണ്. ഇവിടെ പി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അതായത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ഇതെന്ത് കിട്ടി? ഈ സീരീസ് കൺവേർജൻറ്റ് ചെയ്യും. അതായത് ഇത് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3ലും കൺവേർജൻ്റ് ആണ്, എക്സ് ഇസ് ഈക്വൽ ടു 3ലും കൺവേർജൻ്റ് ആണ്. അതായത് സീരീസ് ഐ എന്ന് പറയുന്നത് കൺവേർജസ് അറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് 1 പ്ലസ് 1 ബൈ എൻ ഓൾ റേസ് ടു മൈനസ് എൻ സ്ക്വയർ. ഓക്കെ, ഇതിൽ നമ്മൾ കോഷീസ് റൂട്ട് ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതെന്താ പറയുന്നത്? ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ റേസ് ടു 1 ബൈ എൻ ഇസ് ഈക്വൽ ടു എൽ ആണ്. ഈ എൽ ലെസ് ദാൻ 1 ആണെങ്കിൽ എ എന്ന് പറഞ്ഞ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. എൽ ഗ്രേറ്റർ ദാൻ 1 എന്നാണെങ്കിൽ എ എന്ന് പറഞ്ഞ സീരീസ് ഡൈവർജൻ്റ് ആയിരിക്കും. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ റേസ് ടു 1 ബൈ എൻ. എ എൻ എന്താ ഇവിടെ? 1 പ്ലസ് 1 ബൈ എൻ ഓൾ റേസ് ടു മൈനസ് എൻ സ്ക്വയർ ആണ്. അതിൻ്റെ പവർ 1 ബൈ എൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ എന്നും ഇതിലത്തെ ഒരു എന്നും കട്ടായിപ്പോയി. നമുക്ക് ബാക്കി എന്ത് കിട്ടി? ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 ബൈ എൻ ഓൾ റേസ് ടു മൈനസ് എൻ. ഓക്കെ, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 ബൈ എൻ ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഇ ആണ്. അപ്പോൾ ഇവിടെ ഓൾ റേസ് ടു മൈനസ് എൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 1 ബൈ ആണ് വരും. അപ്പോൾ എന്ത് വരും? 1 ബൈ ഇ.
ഈയുടെ വാല്യൂ നമുക്കറിയാം 2.72, അപ്രോക്സിമേറ്റ് വാല്യൂ 2.72 ആണ്. അപ്പോൾ ഇതെന്തായാലും ലെസ് ദാൻ 1 ആണ്. ലെസ് ദാൻ 1 ആണെങ്കിൽ എന്താ അർത്ഥം? ആ സീരീസ് കൺവേർജൻ്റ് ആണ്. ഓക്കെ, ഇനി എപ്പോഴാണ് നമ്മൾ റൂട്ട് ടെസ്റ്റും എപ്പോഴാണ് നമ്മൾ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കുക? അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദ റേഷ്യോ ടെസ്റ്റ് ഈസ് ജനറലി പ്രിഫേർഡ് വെൻ ദ സീരീസ് ടേം ഇൻവോൾവ്സ് ഫാക്ടേഴ്സ് ഓർ പ്രൊഡക്റ്റ്. ഫാക്ടർ ഒക്കെ വരുന്ന സീരീസ് ആണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുക? റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാം. ദ റൂട്ട് ടെസ്റ്റ് ഈസ് മോർ എഫക്റ്റീവ് വെൻ ദ സീരീസ് ടേം ആർ റൈസ്ഡ് ടു ദ പവർ ഓഫ് n. പവർ n ഒക്കെ വരുമ്പോൾ എന്ത് ഉപയോഗിക്കുക? റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കുക. ഫാക്ടോറിയലൊക്കെ വന്നാൽ നമ്മൾ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ദ കൺവേർജൻസ് ഓഫ് സിഗ്മ 1/n സൈൻ 1/n. ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് സൈൻ്റെ സീരീസ് അറിയണം, കോസിൻ്റെ സീരീസ് അറിയണം. സീരീസുകളൊക്കെ നമ്മൾ മുൻപ് എടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണാണ്ട് പഠിക്കട്ടെ. സൈൻ എക്സ് എന്ന് പറഞ്ഞ സീരീസ് എന്താ? എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 5/5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര. ഇവിടെ നമുക്ക് ഉപയോഗിക്കുക ഏതാണ്? ഇവിടെ നമ്മൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചാണ് ചെയ്യാം. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്താ പറയുന്നത്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn ഇസ് ഈക്വൽ ടു l നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ bn കൺവേർജൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ anനും എന്താവും? കൺവേർജൻറ്റ് ചെയ്യും. bn കൺവേർജൻ്റ് ആണെങ്കിൽ anനും കൺവേർജൻ്റ് ആയിരിക്കും. bn ഡൈവേർജൻ്റ് ആണെങ്കിൽ anനും ഡൈവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. an എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഏതാ? 1/n ഇൻറ്റു സൈൻ 1/n. നമുക്ക് സൈൻ സീരീസ് അറിയാം, അപ്പോൾ അതിൽ എക്സ് കാണുന്നിടത്ത് 1/n ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് നമ്മളൊരു 1/n പുറത്തേക്ക് എടുക്കും. അല്ലാത്തതിൽ നിന്ന് 1/n പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതെന്ത് സംഭവിക്കും? 1/n² ഇൻറ്റു 1 മൈനസ് 1/n² 3 ഫാക്ടോറിയൽ പ്ലസ് 1/n റേസ് ടു 4/5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതിൽ ബി എന്ന് പറയുന്നത് 1/n² ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് bn എന്താ എടുത്തിരിക്കുന്നത്? 1/n² ആണ്. നമുക്കറിയാം പി സീരീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് 2 ആണ്, ഗ്രേറ്റർ ദാൻ 1 ആണ്. അതായത് ഈ സീരീസ് എന്തായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും. ഇത് കൺവേർജൻ്റ് ആണെങ്കിൽ anനും എന്ത് തന്നെയായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, എന്ത് വെച്ചിട്ട്? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ സീരീസ് സിഗ്മ -1 റേസ് ടു k 2 റേസ് ടു k ബൈ k ഫാക്ടോറിയൽ ഈസ് converges, absolutely converges, conditionally converges both A and B. By D'Alembert ratio test for absolute convergent of an alternative series, ratio test നോക്കാം നമുക്ക്. അതായത് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് റേഷ്യോ ടെസ്റ്റ് പറയുന്നത് an ഒരു ആൾട്ടർനേറ്റീവ് സീരീസ് ആണെന്ന് വിചാരിക്കുക. സിഗ്മ an ഒരു ആൾട്ടർനേറ്റീവ് സീരീസ് ആണ്. ലിമിറ്റ് 10 ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് an+1/an l ആണ്. ഇനി l ലെസ് ദാൻ 1 ആണെങ്കിൽ a എന്ന് പറഞ്ഞ സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആയിരിക്കും. l ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ a എന്ന് പറഞ്ഞ സീരീസ് ഡൈവേർജൻ്റ് ആയിരിക്കും. പിന്നെ നമുക്കറിയാവുന്നൊരു റിസൾട്ടാണ് എവരി അബ്സല്യൂട്ട്ലി കൺവെർജൻസ് സീരീസ് ഈസ് കൺവെർജൻറ്റ്. അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണെങ്കിൽ അത് കൺവെർജൻറ്റും ആയിരിക്കും. അപ്പം നമുക്ക് ആദ്യം ലിമിറ്റ് 10 ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് an+1/an കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം തന്നെ a എന്ന് പറയുന്നത് എന്തായിരിക്കും തന്നിരിക്കുന്നത്? അതായത് അതിൽ k തന്നിരിക്കുന്ന k മാറ്റി n ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ -1 റേസ് ടു n 2 റേസ് ടു n ബൈ n ഫാക്ടോറിയൽ. അപ്പോൾ an+1 n കാണുന്നിടത്ത് n+1 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മോഡ് an+1/an എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇത് an+1 ടൈം, ഇത് an ടൈം തിരിച്ചിട്ടത്. ഓക്കെ, നെഗറ്റീവുകളെല്ലാം പോകും കാരണം മോഡിൻ്റെ ഉള്ളിലല്ലേ. ബാക്കി നമുക്ക് വെട്ടിക്കളയാനായിട്ട് ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? 2 റേസ് ടു n ഇൻറ്റു 2. അതുപോലെ തന്നെ ഇതിനെങ്ങനെ എഴുതും? n ഫാക്ടോറിയൽ ഇൻറ്റു n+1. കട്ട് ചെയ്ത് കഴിഞ്ഞു ബാക്കി എന്ത് വന്നു? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2/n+1. നമുക്കറിയാം 2/∞ ആണ് ഇവിടെ കിട്ടുക. 2/∞ എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 എന്ന് പറയുന്നത് 1-നേക്കാൾ ചെറുതാണ്. അതായത് 1-നേക്കാൾ ചെറുതാണെങ്കിൽ അത് എന്തായിരിക്കും? സീരീസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആയിരിക്കും. അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആയതുകൊണ്ട് തന്നെ അത് കൺവെർജൻറ്റും ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ്? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. അതായത് അബ്സല്യൂട്ട്ലി കൺവെർജൻറ്റും ആണ് കൺവെർജൻറ്റും ആണ്. അടുത്തത് an is equal to √n+1 മൈനസ് √n ആയാൽ ലിമിറ്റ് 10 ടെൻസ് ടു ഇൻഫിനിറ്റി aൻ്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കിയേ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് 10 ടെൻസ് ടു ഇൻഫിനിറ്റി √n+1 മൈനസ് √n ആണ്. നമ്മൾ ചെയ്യുന്നത് √n+1 പ്ലസ് √n കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്തായി മാറി? n+1 മൈനസ് n ബൈ √n+1 പ്ലസ് √n ആയി മാറി. അതായത് 1/√n+1 പ്ലസ് √n. ഇപ്പോൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്ത് വരും? 1/∞ എന്താ വരെ 0. ഓക്കെ,
അപ്പോൾ ഇത്രയും 10 പ്രോബ്ലംസാണ് നമ്മൾ ഈ പാഠത്തിൽ നിന്ന് ചെയ്തിരിക്കുന്നത്, ഈ ഭാഗത്ത് നിന്ന് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇനി ഇതിൽ വരുന്നത് കോംപ്ലക്സ് ആണ്. ഇനി കോംപ്ലക്സിൻ്റെ ഭാഗത്തെ പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, -1 + 2i + 1/2 - ia a + ib രൂപത്തിൽ എഴുതിയാൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? റിയൽ പാർട്ട് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടും ആഡ് ചെയ്യുക. അപ്പോൾ റിയൽ പാർട്ട് ഏതൊക്കെ വരും? -1ഉം 1/2ഉം. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്തു. അപ്പോൾ എന്ത് വന്നു? -1 + 1/2 പ്ലസ് ഇമാജിനറി പാർട്ട് 2iയും -iയും ആഡ് ചെയ്യുക. 2iയും -iയും ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? 2 - 1. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1/2 + i. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു പ്രോബ്ലമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2 + 3i/2 - 3ia a + ib രൂപത്തിൽ എഴുതിയാൽ ഇതിലേതാ കിട്ടാന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ താഴെ എന്താ 2 - 3ia അല്ലേ? അപ്പം നമ്മൾ 2 + 3i കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 + 3i² താഴെ ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്കറിയാം ഇത് a - b × a + b ഫോമാണ്. ഇത് കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് നമുക്കിത് കിട്ടുക a² + b² എന്നാണ്. ഓക്കെ, അതായത് 4 + 9. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 4 + 12y - 9 കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് നമ്മളിവിടെ ചെയ്യുമ്പോൾ -5 + 12y എന്നും /13 കിട്ടും. അപ്പോൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്തുമ്പോൾ നമുക്കത് എന്ത് കിട്ടും? -5/13 + 12/13 എന്ന് കിട്ടും. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, i × √−9 + 7i/1 + √−1ൻ്റെ സംയുഗ്മ മിശ്രസംഖ്യ, അതായത് കോഞ്ചുഗേറ്റ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. കോഞ്ചുഗേറ്റ് എങ്ങനെ കാണാമെന്നുള്ളത് നമുക്ക് നോക്കാം. 4 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. i × √−9 + 7i/1 + √−1. നമുക്കറിയാം √−1 എന്ന് പറഞ്ഞാൽ i ആണ്. അതുപോലെ √−9 എന്ന് പറഞ്ഞാൽ എന്ത് വരും? i × √9. √9 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ ഇവിടെ എന്ത് വന്നു? i × √9 എന്ന് പറയുമ്പോൾ 3 + 7i / 1 + √−1 എന്ന് പറഞ്ഞാൽ i. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ i × i എന്താണ്? -1 ആണ്. ഇവിടെ എന്തായി? -3 + 7i/1 + i. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യും? ഇവിടെ 1 + i അല്ലേ? അപ്പോൾ 1 - i കൊണ്ട് താഴെയും മുകളിലും മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് കൊണ്ടും, ഇവിടെ മൈനസ് ആണെങ്കിൽ പ്ലസ് കൊണ്ടാണ് ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യാം. ഇത് ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടും? -3 + 3i + 7i + 7/1 + 1, അതായത് 4 + 10i/2, അതായത് എന്താ? 2 + 5i. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ a + ib ഫോമിൽ എഴുതി. ഓക്കെ, അതിനുശേഷം കോഞ്ചുഗേറ്റ് എന്താ? a + ib കോഞ്ചുഗേറ്റ് a - ib ആണ്. അപ്പോൾ അതിൻ്റെ സംയുഗ്മ മിശ്രസംഖ്യ എന്ത് വരും? 2 - 5i വരും. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, 5 + 12iയുടെ വർഗ്ഗമൂലം, അതായത് സ്ക്വയർ റൂട്ട്, വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 2 രീതിക്ക് കണ്ടുപിടിക്കാം. ഒന്ന്, നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതായിരിക്കും നമുക്ക് ഇത്തിരി കൂടി എളുപ്പം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. x + iy ഫോമിൽ കിടക്കുന്നൊരു കോംപ്ലക്സ് നമ്പർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മളതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ 2 കാര്യമാണ് നോക്കുക. ഒന്ന്, y എന്ന് പറയുന്നത് >0 ആണോ, അല്ലെങ്കിൽ y എന്ന് പറയുന്നത് <0 ആണോ. y >0 ആണെങ്കിൽ നമുക്ക് സ്ക്വയർ റൂട്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. y <0 ആണെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ടും. 2 ഇക്വേഷൻ തമ്മിൽ ഇവിടെ ഒരു സൈൻ്റെ ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. y >0 ആണെങ്കിൽ ± √mod z + x/2 പ്ലസ് i × √mod z - x/2. ഓക്കെ, ഇത് y <0 ആണെങ്കിൽ ഈ പ്ലസ് ഉള്ളിടത്ത് മൈനസ് ആവും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതാണോ കുറച്ചും കൂടി എളുപ്പട്ടോ. ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇവിടെ എന്താ? 5 + 12y ആണ്. അപ്പോൾ ഇവിടുത്തെ y എന്ന് പറയുന്നത് 12 ആണ്. 12 എന്ന് പറയുന്നത് >0 ആണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുക. ഓക്കെ, mod z എന്ന് പറഞ്ഞാൽ എന്താ? √x² + y². x² എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 5² + 12². അത് ചെയ്യുമ്പോൾ നമുക്ക് 13 കിട്ടും. ഇവിടെ x എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വർഗ്ഗമൂലങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ± √mod z എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ 13 + x അല്ലേ? 5/2 പ്ലസ് i × √mod z - x അല്ലേ? അപ്പോൾ 30 - 5/2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ± 3 + 2i എന്ന് കിട്ടും കേട്ടോ. അത് ഞാൻ i2 എന്ന് കിട്ടുന്നുള്ളൂ. 2i എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്ന മെത്തേഡ്. അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ സ്റ്റെപ്പുകളുണ്ട്. അതും നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ പൊതുവെ അങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ റൂട്ടല്ല കണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ √5 + 12y ആണ്. ഓക്കെ, അപ്പോൾ അതും ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും.
അപ്പോൾ കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ എഴുതാം? നമുക്ക് എക്സ് പ്ലസ് ഐ വൈ. ഇനി നമുക്ക് ഇവിടെ എക്സും വൈയും കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അതിനാദ്യം തന്നെ ചെയ്യുന്നത് രണ്ട് ഭാഗത്തും സ്ക്വയർ എടുക്കും. അപ്പോൾ ഇവിടുത്തെ റൂട്ട് പോകും. അപ്പോൾ എന്താവും? 5 + 12y = എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ എന്താ വരിക? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2xy ഐ, ഒരു ഐയും കൂടി ഉണ്ട് കേട്ടോ, 2xy. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കമ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടി. ഇതിൻ്റെ റിയൽ പാർട്ട് 5 ആണ്, ഇതിൻ്റെ റിയൽ പാർട്ട് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ = 5 എന്ന് കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി. നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ഇനി ഇമാജിനറി പാർട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2xy = 12 എന്നും കിട്ടും. ഇതിൽ നിന്ന് xy = നമുക്ക് എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ട ഒരു ഇക്വേഷനാണ് ഈ അടുത്തത് കൊടുത്തിരിക്കുന്നത്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ = എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 4x² വൈ സ്ക്വയർ. ഓക്കെ, ഇതിൽ നമുക്ക് എക്സ് വൈ അറിയാം, അതുകൊണ്ട് തന്നെ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും അറിയാം. അപ്പോൾ ഈ രണ്ട് വാല്യൂസും ഇതിലിട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? നമുക്ക് 169 എന്ന് കിട്ടും. ഓക്കെ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? √169, അതായത് 13 എന്ന് കിട്ടി. ഇതാണ് ഇക്വേഷൻ 2. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എക്സും വൈയും കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ആഡ് ചെയ്യും, പിന്നെ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം സബ്സ്ട്രാക്ട് ചെയ്യും. ഇക്വേഷൻ 1ഉം 2ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് y ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താ ഉണ്ടാവുക? 2x² = 13 + 5, അതായത് 18 എന്ന് കിട്ടും. അതായത് x² = നമുക്ക് 9 എന്ന് കിട്ടും. x = ±3 എന്ന് കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2y² കിട്ടും. അതായത് 8 എന്ന് കിട്ടും. y² 4 എന്ന് കിട്ടും. y = ±2 എന്ന് കിട്ടി. അപ്പോൾ എക്സും കിട്ടി, വൈയും കിട്ടി. നമുക്ക് എക്സ് പ്ലസ് ഐ വൈ അല്ലേ വേണ്ടത്. അപ്പോൾ എക്സിന് പകരം എന്ത് ഇട്ട് കൊടുക്കുക? അതിൽ ±3 എന്നും വൈക്ക് പകരം ±2 എന്നും ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? നമുക്ക് √5 + 12y എന്ന് പറയുന്നത് ±3 + 2i എന്ന് കിട്ടും. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. √5 + 3iയുടെ ഗുണന വിപരീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ z = x + i y ഫോമിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗുണന വിപരീതം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/z ആണ്. അപ്പോൾ 1/z എങ്ങനെ കണ്ടുപിടിക്കുക? x/x² + y² - i × y/x² + y². ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് √5 + 3iയുടെ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാ എക്സ് വരിക? √5 ആണ് എക്സ് വരിക, y വരിക 3. ഇതിൽ എക്സിന് പകരം √5 എന്നും വൈക്ക് പകരം 3 എന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? √5/14 - 3/14i എന്ന് കിട്ടും. ഓക്കെ, അതായത് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. z = -1 - √3iയുടെ കോണാങ്കം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മളോട് ആംഗിളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കുക? അതിന് ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയണം. അതായത് നമുക്ക് തന്നിരിക്കുന്നത് z = x + i y, അതാണുള്ളൊരു കോംപ്ലക്സ് നമ്പർ. അതിൽ എക്സും വൈയും > 0 ആണ്, പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുക തീറ്റ എന്ന് പറയുന്നത് tan 1 y/x ആയിരിക്കും. ഓക്കെ, ഇനി x <0 y <0 ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന തീറ്റ എന്ന് പറയുന്നത് π - tan 1 mod y/x ആയിരിക്കും. x <0 y <0 ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീറ്റ എന്ന് പറയുന്നത് -π + tan 1 mod y/x ആണ്. ഓക്കെ, ഇനി x <0 y <0 ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് -tan 1 mod y/x ആണ്. ഓക്കെ, ഈ 4 കാര്യങ്ങൾ നമുക്കറിയണം. അപ്പോൾ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന z എന്ന് പറയുന്നത് -1 - √3i ആണ്. അപ്പോൾ ഇവിടെ x നെഗറ്റീവാണ്, വൈയും നെഗറ്റീവാണ്. അപ്പോൾ ഏത് ഫോർമുല ഉപയോഗിക്കുകയും? മൂന്നാമത്തെ. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. തീറ്റ = എന്ത് വരും? -π + tan 1 mod y/x ഇട്ട് കൊടുക്കുക. -π + tan 1 വൈക്ക് പകരം -√3/x പകരം -1, രണ്ട് മൈനസ് ക്യാൻസൽ ചെയ്തപ്പോൾ √3/1. അപ്പോൾ എന്തായി? -π + നമുക്കറിയാം tan 1 √3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ π/3 ആണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? -π + π/3, അതായത് -2π/3. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ. a + i ഹോൾ സ്ക്വയർ / 2a - i = p + iq ആയാൽ p² + q² എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ തന്നിട്ട് ഓരോന്ന് ചോദിക്കില്ലേ? p² + q², അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ചെയ്യുന്നൊരു മെത്തേഡാണിത്. നമ്മൾ ചെയ്യുക, നമുക്ക് ആവശ്യം എന്താ? p² + q² ആണ്. സാധാരണ p² + q² കിട്ടണമെങ്കിൽ എന്താവണം? ഇവിടെ p + iq × p - iq ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും?
പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ കിട്ടും ഇല്ലേ? അങ്ങനെ കിട്ടണമെങ്കിൽ നമുക്ക് ഐ ചേഞ്ച് ചെയ്തിട്ട് എന്ത് ഇട്ടാൽ മതി? മൈനസ് ഐ ഇട്ടാൽ മതി. അപ്പം നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യുന്ന പോലെ ഇവിടെയും ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഫോർമുലേനെ നമ്മൾ 1 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഐനെ എന്തായിട്ട് ചേഞ്ച് ചെയ്തു? മൈനസ് ഐ ആയിട്ട് ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ മാറ്റം വരും? ഇവിടെ പ്ലസ് ഐ ഉള്ളിടത്ത് മൈനസ് ഐ ആവും, ഇവിടെ മൈനസ് ഐ ഉള്ളിടത്ത് പ്ലസ് ഐ ആവും, അതുപോലെ ഇവിടെ എന്താവും? മൈനസ് ഐ ആവും. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ 2 കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ 2. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം ഈ സൈഡ് മൾട്ടിപ്ലൈ ചെയ്യും, ഈ സൈഡ് മൾട്ടിപ്ലൈ ചെയ്യും. ഈ സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? എ പ്ലസ് ഐ ഹോൾ സ്ക്വയർ ബൈ 2a മൈനസ് ഐ ഇൻറ്റു എ മൈനസ് ഐ ഹോൾ സ്ക്വയർ ബൈ 2a പ്ലസ് ഐ. അതുപോലെ ഇപ്പുറത്തെ സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? പി പ്ലസ് ഐ ക്യൂ ഇൻറ്റു പി മൈനസ് ഐ ക്യൂ. ഇതെന്താണ് നമുക്കറിയാം? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആണ്. ഇവിടെ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? സ്ക്വയർ രണ്ടിൻ്റെയും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്ത് വന്നു? എ പ്ലസ് ഐ ഇൻറ്റു എ മൈനസ് ഐ ഹോൾ സ്ക്വയർ. ഇതെന്താ കിടക്കുന്നത്? എ മൈനസ് പി ഇൻറ്റു എ പ്ലസ് പി അല്ലേ? ഇതെന്താ വരിക? എ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ് വരിക. ഓക്കെ, ഇനി താഴെ എന്ത് കിട്ടും? താഴെ അതേ ഫോമിൽ തന്നെയാണ്. അപ്പോൾ ഇത് കിട്ടും 2a ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ എന്ത് വരും? 1 സ്ക്വയർ. ഓക്കെ, ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 4a സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, -1 പ്ലസ് ഐയുടെ ധ്രുവീയ രൂപം. ധ്രുവീയ രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളാർ ഫോം. ഓക്കെ, ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ധ്രുവീയ രൂപം ഈ രൂപത്തിലായിരിക്കും. അതായത് z ഇസ് ഈക്വൽ ടു r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇതിൽ r എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന z എന്താ? എക്സ് പ്ലസ് ഐ വൈ ഇസ് ഈക്വൽ ടു -1 പ്ലസ് ഐ ആണ്. അതായത് എക്സ് -1ഉം വൈ എന്ന് പറയുന്നത് 1ഉമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ r നമുക്കത് ഇട്ട് കൊടുക്കാം. എന്ത് കിട്ടും? റൂട്ട് -1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അതായത് റൂട്ട് 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് തീറ്റ കണ്ടുപിടിക്കണ്ടേ? തീറ്റ കണ്ടുപിടിക്കാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ രണ്ടും പോസിറ്റീവ് ആണോ രണ്ടും നെഗറ്റീവ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും ആണ്. ഓക്കെ, എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും ആണെങ്കിൽ ഏത് ഫോർമുല നമ്മൾ ഉപയോഗിക്കുക? പൈ മൈനസ് ടാൻ ഇൻവേഴ്സ് മോഡ് വൈ ബൈ എക്സ് അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? തീറ്റ ഇസിക്കൽ ടു എന്ത് കിട്ടും? 3π/4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സെഡിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സെഡ് ഇസിക്കൽ ടു r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ അല്ലേ? അതിൽ r നമുക്ക് റൂട്ട് 2 എന്ന് കിട്ടി, തീറ്റ 3π/4 എന്ന് കിട്ടി. അപ്പോൾ അതിട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇതാണ് അതിൻ്റെ പോളാർ ഫോം എന്ന് പറയുന്നത്. 9th ക്വസ്റ്റ്യൻ, i³ പ്ലസ് i⁻10 മൈനസ് i⁵5 പ്ലസ് i�6 എന്ന മിശ്രസംഖ്യയുടെ വാസ്തവിക ഭാഗം. വാസ്തവിക ഭാഗം എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട്, കൽപ്പിത ഭാഗം എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട്. അപ്പോൾ ഇവിടെ റിയൽ പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. i⁻1 എന്ന് പറഞ്ഞാൽ i തന്നെയാണ്, i² എന്ന് പറഞ്ഞാൽ -1 ആണ്, i³ എന്ന് പറഞ്ഞാൽ -i ആണ്, i⁴ എന്ന് പറഞ്ഞാൽ 1 ആണ്. പിന്നെ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതായത് i⁵5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആദ്യത്തെ i ആയിരിക്കും. i�6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 ആയിരിക്കും. അങ്ങനെ. ഓക്കെ, അപ്പോൾ i⁴ എന്ന് പറഞ്ഞാലാണ് എന്ത്? 1. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒന്ന് മാറ്റി എഴുതാം. i³ എത്രയാണ്? -i. i⁻10 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ തൊട്ട് മുൻപ് വരുന്നത് ഏതാ? 8 കഴിഞ്ഞ് 2 എണ്ണം. അപ്പോൾ 8 കഴിഞ്ഞ് 2 എന്ന് പറയുമ്പോൾ 8 i⁻8 എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള 2 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 1, 2, ഈ രണ്ടാമത്തെ. i² i⁻10 ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ i⁻10 എന്ന് പറഞ്ഞാൽ എന്ത് വരും? -1 മൈനസ് i⁵5 i പ്ലസ് i�6 എന്തായിരിക്കും? ഇതിന് തൊട്ട് മുന്നേ വരുന്ന 4ൻ്റെ മൾട്ടിപ്പിൾ 4 ആണ്. അത് കഴിഞ്ഞ് 2 എണ്ണം. അപ്പോൾ 2 എണ്ണം എന്ന് പറയുമ്പോൾ i² ആണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? -1. ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വന്നു? -2 -2i എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ റിയൽ പാർട്ട് ഏതാ? -2. ഓക്കെ, 10th ക്വസ്റ്റ്യൻ, i⁻243യുടെ വില എന്ത്? അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ മുന്നേ വന്ന 4ൻ്റെ മൾട്ടിപ്പിൾ ഏതാണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ 243നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് റിമൈൻഡർ 3 ആണ്. അതായത് 4ൻ്റെ മൾട്ടിപ്പിൾ ലാസ്റ്റ് വരുന്നത് ഏതായിരിക്കും? 240 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 240യുടെ i⁻240 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് 3 എണ്ണം വരുമ്പോൾ ഏതിൻ്റെ പോലെ തന്നെയായിരിക്കും? i³ പോലെ. അപ്പോൾ i³ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? i⁻243 എന്ന് പറയുന്നതും i³ എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. i³ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം? അത് -i ആണെന്നറിയാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? -i. ഓക്കെ, അടുത്തത് 1 - i by 1 + i all raised to 100 is equal to a plus ib ആയാൽ എയും ബിയും ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ആദ്യം തന്നെ a plus ib ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? താഴെ തന്നിരിക്കുന്നത് പ്ലസ് അല്ല, അപ്പോൾ മൈനസ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ,
അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 1 മൈനസ് ഐ ബൈ 1 പ്ലസ് ഐനെ 1 മൈനസ് ഐ ബൈ 1 മൈനസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി, 1 മൈനസ് ഐ ഹോൾ സ്ക്വയർ ബൈ ഇത് രണ്ടും ചെയ്യുമ്പോൾ എന്ത് വരും, 1 പ്ലസ് 1, അതായത് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അതായത് നമുക്കിവിടെ മൈനസ് ഐ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, മൈനസ് ഐ എന്ന് ആൻസർ കിട്ടും. അതായത് 1 മൈനസ് ഐ ബൈ 1 പ്ലസ് ഐ ഓൾ റേസ് ടു 100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് ഐ റേസ് ടു 100നോട് ഈക്വൽ ആയിരിക്കും. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് മൈനസ് ഐ പവർ 2 എന്തായിരിക്കും, -1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പകുതി എടുക്കാം. എന്തോന്നു, ഇതെന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, -1 റേസ് ടു 50യോട് ഈക്വൽ ആയിരിക്കും. -1 റേസ് ടു ഒരു ഈവൺ നമ്പർ എന്ത് തന്നെയായിരിക്കും, +1 ആയിരിക്കും അല്ലേ. അപ്പോൾ എന്തായിരിക്കും, -1 റേസ് ടു 50 എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് ഇത് എ പ്ലസ് ഐ ബിയോട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എ എന്ന് പറയുന്നത് 1ഉം ബി എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടും. ഓക്കെ, 12ാമത്തെ ക്വസ്റ്റ്യൻ, സൈൻ പൈ ബൈ 3 പ്ലസ് ഐ കോസ് പൈ ബൈ 3 ഓൾ റേസ് ടു 3 ൻ്റെ വില എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി മൂവിയേഴ്സ് റിസൾട്ട്, അതായത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഓൾ റേസ് ടു എൻ ഇസ് ഇക്വൽ ടു കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റയാണ്. ഈ ഫോർമുല ഉപയോഗിച്ചത് ഇങ്ങനെയാണ്. പക്ഷെ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ആദ്യം സൈനും ഐരൊപ്പം കോസുമാണ്. അങ്ങനെ വരുമ്പോൾ ഫോർമുല ഇങ്ങനെയായിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് നമുക്ക് വരിക കോസ് എൻ പൈ ബൈ 2 മൈനസ് തീറ്റ പ്ലസ് ഐ സൈൻ എൻ പൈ ബൈ 2 മൈനസ് തീറ്റയാണ്. ഓക്കെ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിപ്പോകരുത് കേട്ടോ. ഇതാണ് ഡി മൂവിയേഴ്സ് ഫോർമുല, അതായത് ഡി മൂവിയേഴ്സ് റിസൾട്ട് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണിത്. അതായത് സൈനും കോസ് അങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഒരു പൈ ബൈ 2 മൈനസ് തീറ്റ എന്നും കൂടി നമ്മളിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, സൈൻ പൈ ബൈ 3 പ്ലസ് ഐ കോസ് പൈ ബൈ 3 ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് കോസ് 3 ഇൻറ്റു പൈ ബൈ 2 മൈനസ് പൈ ബൈ 3 അല്ലേ, പ്ലസ് ഐ സൈൻ 3 ഇൻറ്റു പൈ ബൈ 2 മൈനസ് പൈ ബൈ 3. ഇവിടെ 3 വരാൻ കാരണം നമ്മുടെ പവർ 3 ആയതുകൊണ്ടാണ് കേട്ടോ. ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, കോസ് പൈ ബൈ 2 പ്ലസ് ഐ സൈൻ പൈ ബൈ 2. നമുക്കറിയാം കോസ് പൈ ബൈ 2 0 ആണ്, സൈൻ പൈ ബൈ 2 അതായത് സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഐ ഇൻറ്റു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ തന്നെ. ഓക്കെ, ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1 ഒമേഗ ഒമേഗ സ്ക്വയർ എന്നിവ ഏകതത്തിൻ്റെ 3 ഘനമൂലങ്ങൾ അതായത് ക്യൂബ് റൂട്ട് ആയാൽ 1 പ്ലസ് ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ ഓൾ റേസ് ടു 6 ഇസ് ഈക്വൽ ടു എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന രണ്ട് കാര്യമാണ്. ഇത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ആണ്, ഒമേഗ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് ഇത്തരം പ്രോബ്ലംസ് നമ്മൾ ചെയ്യാട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് കിട്ടുന്ന രീതിയിൽ ഇതിൽ മാറ്റങ്ങൾ വരുത്തും നമ്മൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അറിയാം 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഞാനിവിടെ ഒരു ഒമേഗ സ്ക്വയർ ആഡ് ചെയ്യുകയും ചെയ്തു, ഒരു ഒമേഗ സ്ക്വയർ മൈനസ് ചെയ്യുകയും കൂടി ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, 1 പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് 2 ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഇത്രയും ടേം 0 ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക, -2 ഒമേഗ സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ ഓൾ റേസ് ടു 6 എന്ന് പറഞ്ഞാൽ എന്ത് വരും, -2 ഒമേഗ സ്ക്വയർ ഓൾ റേസ് ടു 6 എന്ന് വരും. ഓക്കെ, നമുക്കറിയാം ഒമേഗ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. ഈ 2ഉം ഈ 6ഉം കൂടി ഇവിടെ എന്താവും, 12 ആവും. ഓക്കെ, അപ്പം നമ്മൾ ഇതിനെ 3യുടെ പവറാക്കി എഴുതാൻ നോക്കും. ഒമേഗ ക്യൂബ് ഓൾ റേസ് ടു 4 എന്ന് വരും. ഒമേഗ ക്യൂബ് 1 ആയതുകൊണ്ട് നമുക്കിത് എന്ത് കിട്ടും, 64 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ നമുക്കറിയാം ഇവിടെ -2 പവർ 6 ആണ് വരുന്നത്, അത് 64 ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ ഇത് കിട്ടി 64. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, 1 ഒമേഗ സ്ക്വയർ ഏകതത്തിൻ്റെ 3 ഘനമൂലങ്ങളായാൽ അതായത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി a പ്ലസ് ബി ഒമേഗ പ്ലസ് സി ഒമേഗ സ്ക്വയർ ബൈ സി പ്ലസ് എ ഒമേഗ പ്ലസ് ബി ഒമേഗ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഒമേഗ പ്ലസ് സി ഒമേഗ സ്ക്വയർ ബൈ ബി പ്ലസ് സി ഒമേഗ പ്ലസ് എ ഒമേഗ സ്ക്വയറിൻ്റെ വില എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾക്കിത് വെട്ടിക്കളയാൻ പാകത്തിനാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ഒമേഗ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. ഇവിടെ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എ ഇൻറ്റു 1 എന്നും ഇവിടെ ബി ഇൻറ്റു ഒമേഗ ഇൻറ്റു 1 എന്നും എടുക്കുകയാണ്. അതുപോലെ ഇവിടെയും ചെയ്യണം. അപ്പോൾ ഈ 1നൊക്കെ പകരം നമ്മൾ ഒമേഗ ക്യൂബ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒമേഗ ക്യൂബ് കൊടുത്തതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ താഴത്തെ ടൈം കിട്ടണം. വെട്ടിക്കളയണമെങ്കിൽ താഴത്തെ ടൈം കിട്ടണ്ടേ. അപ്പോൾ താഴത്തെ ടൈം കിട്ടാൻ ഇതിൽ നിന്ന് ഏത് പുറത്തേക്ക് എടുത്താൽ മതി, ഒരു ഒമേഗ സ്ക്വയർ പുറത്തേക്ക് എടുക്കണം. ഇവിടെ താഴത്തെ ടൈം കിട്ടണമെങ്കിൽ നമ്മളൊരു ഒമേഗ പുറത്തേക്ക് എടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഈ താഴെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇത് രണ്ടും വെട്ടിക്കളഞ്ഞു. ബാക്കി അപ്പോൾ എന്താ വരുന്നത്, ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ
നമുക്കറിയാവുന്നൊരു കാര്യമാണ് 1 + ω + ω² എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ω² + ω എന്തായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വന്നു? -1. ഓക്കെ. 15ാമത്തെ ക്വസ്റ്റ്യൻ I⁻I എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നൊരു ഇക്വേഷനാണ്. e⁻I⁻θ എന്താ? cos θ + I sin θ. ഇവിടെ I മാത്രം കിട്ടണമെങ്കിൽ നമുക്ക് ഇത് 0യും sin θ 1 ആയിരിക്കണം. അത് ഏത് കേസിലാവുക? θ π/2 ആകുമ്പോഴാണ് അല്ലേ? അതായത് e⁻I⁻2 എന്ന് പറഞ്ഞാലാണ് എന്ത് വരിക? I. അപ്പം നമ്മളിവിടെ ഐക്ക് പകരം എന്ത് ഇട്ട് കൊടുക്കുകയാണ്? e⁻I⁻2 ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ എന്ത് വന്നു? I⁻I എന്ന് പറഞ്ഞാൽ e⁻I⁻2 I എന്നിട്ട് കൊടുത്തു. ഓക്കെ. ഈ ഐയും കൂടി ആകുമ്പോൾ എന്താവും? I² ആവും. നമുക്കറിയാം I² എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. നമുക്കറിയാം I² എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ഇത് എന്ത് ആൻസർ കിട്ടി? e⁻−π/2 എന്ന് ആൻസർ കിട്ടി. ഓക്കെ. 16ാമത്തെ ക്വസ്റ്റ്യൻ mod z−2/z−3 = 2 പ്രതിനിധാനം ചെയ്യുന്ന വൃത്തത്തിൻ്റെ ആരം. ഓക്കെ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ജനറൽ ഫോം നോക്കാം. mod z−a/z−b = k ഒരു വൃത്തത്തിൻ്റെ സമവാക്യമാണെങ്കിൽ അതിൻ്റെ ആരം എന്ന് പറയുന്നത് എന്തായിരിക്കും? mod k × a−b/1 - k² ആയിരിക്കും. വൃത്തകേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a−k²b/1 - k² ആയിരിക്കും. ഓക്കെ. നമുക്ക് ഇവിടെ ആരം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ k എന്ന് പറയുന്നത് 2ഉം a എന്ന് പറയുന്നത് 2ഉം b എന്ന് പറയുന്നതും 3ഉം ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഇതിലിട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആരം = 2/3 എന്ന് കിട്ടി. ഓക്കെ. 17ാമത്തെ ക്വസ്റ്റ്യൻ mod 2x + 5 ≤ x + 3 ആയാൽ എക്സിൻ്റെ അന്തരാളം ഇൻ്റർവെൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് ഏത് ഇൻ്റർവെല്ലിലാണ് ബിലോങ് ചെയ്യുന്നത്? നമുക്കറിയാം mod 2x + 5 ≤ x + 3 ആണെങ്കിൽ അതെന്തായിരിക്കും? -x + 3 ≤ 2x + 5 ≤ x + 3 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതിനെ ഇവിടെ നടുക്ക് എന്താക്കണം? എക്സിൻ്റെ ടേം മാത്രമാക്കണം. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെയും ഈ 5 കളയാൻ ഇവിടെയും 5 മൈനസ് ചെയ്യുക, ഇവിടെയും 5 മൈനസ് ചെയ്യുക, ഇവിടെയും 5 മൈനസ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ അതാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്ത് കിട്ടി? 5 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് -x - 8 ≤ 2x ≤ x - 2 എന്ന് കിട്ടി. ഇനി ആദ്യം ഇത് രണ്ടും മാത്രം എടുക്കുക. അതായത് -x - 8 ≤ 2x എടുക്കുക. അതിൽ നിന്ന് നമുക്ക് x കണ്ടുപിടിക്കണം. അതിൽ നമ്മൾ x രണ്ട് ഭാഗത്തും ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? -8 ≤ 3x എന്ന് കിട്ടും. അതായത് -8/3 എന്ന് പറയുന്നത് ≤ x എന്ന് കിട്ടി. ഓക്കെ. അടുത്തത് നമ്മൾ 2x ≤ x - 2 എടുക്കുക. അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? രണ്ട് ഭാഗത്തും x മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? x ≤ -2 എന്ന് കിട്ടും. അതായത് x ≤ -2 തന്നെ കേട്ടോ. ഓക്കെ. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? x belongs to closed interval -8/3 -2 എന്ന് കിട്ടും. ഓക്കെ. 18ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് നോട്ട് അനലറ്റിക് അറ്റ് എനി പോയിന്റ്? അനലറ്റിക് ഫംഗ്ഷൻ നമ്മൾ വിശ്ലേഷക ഫലനം എന്നാണ് പറയുക. പൊതുവെ അനലറ്റിക് എന്ന് തന്നെയാണ് ചോദിക്കുക. ഇതിൽ അനലറ്റിക് അല്ലാത്ത ഫംഗ്ഷൻ ഏതെന്നാണ് ചോദിക്കുന്നത്. അനലറ്റിക് അല്ലാത്തത് z കോഞ്ചുഗേറ്റ് ആണ്. കാരണം അത് കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യില്ല. ഓക്കെ. ഒരു ഫംഗ്ഷൻ അനലറ്റിക് ആവണമെങ്കിൽ അതിന് നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യലാണ്. ഇനി അതിൻ്റെ സഫീഷ്യൻറ്റ് കണ്ടീഷൻ എന്തായിരിക്കണം? കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും വേണം, ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവും വേണം. എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ ആ റീജിയനിലെ എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവും വേണം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടോ നോക്കി. അത് തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ബാക്കി നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്തപ്പോൾ കോഷി റീമാൻ ഇക്വേഷൻ തന്നെ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ആ ഫംഗ്ഷൻ അനലിറ്റിക് അല്ല എന്ന് പറയാം. ഓക്കെ. 19ാമത്തെ ക്വസ്റ്റ്യൻ വെരിഫൈ ദാറ്റ് u is equal to x² - y² - y is harmonic and hence find harmonic conjugate. ഓക്കെ. ഈ ഫംഗ്ഷൻ ഹാർമോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിൻ്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ. ഇനിയൊരു ഫംഗ്ഷൻ ഹാർമോണിക് ആണെന്ന് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുക? അത് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ് ലാപ്ലേസ് ഇക്വേഷൻ? (∂2u/∂x² + (∂2u/∂y² = 0). അതായത് നമുക്ക് പറയുകയാണെങ്കിൽ u(x(x) + u(y(y) = 0). ഹാർമോണിക് ഫംഗ്ഷനെ സന്തുലിത ഫലനം എന്നാണ് പറയുന്നത് കേട്ടോ. ഹാർമോണിക് ഫംഗ്ഷൻ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്ത് കാണാം. അപ്പോൾ നമുക്കറിയാം u എന്ന് പറയുന്നത് x² - y² - y ആണ്. നമുക്ക് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ux കാണാം. അതായത് ഇതിൻ്റെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്ത് വരും? 2x. ഇനി uxx എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്ത് വരും? 2. അതുപോലെ uy എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു y. അപ്പോൾ എന്ത് വരും? -2y - 1. uyy എന്ന് പറഞ്ഞാൽ എന്ത് വരും?
ഇതിൻ്റെ. അപ്പോൾ എന്ത് വരും? -2. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 0. അപ്പോൾ എന്ത് മനസ്സിലായി? ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ u(x(y) എന്ന് പറയുന്നത് ഹാർമോണിക് ആണ്. ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് v(x(y) ആണ്. ഓക്കെ, അതാണ് നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് നമ്മൾ കോഷി റൈമാൻ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളത് ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്കറിയാം കോഷി റൈമാൻ ഇക്വേഷൻ വെച്ചിട്ട് vy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ux ആണ്. ഓക്കെ, ux നമ്മൾ കണ്ടുപിടിച്ചതിൻ്റെ 2x ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് vy എന്ന് പറയുന്നത് എന്ത് കിട്ടി? 2x എന്ന് കിട്ടി. ഇനി നമുക്ക് ആവശ്യം v ആണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ y കളയണമെങ്കിൽ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y വെച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? ഇപ്പുറത്തെ ഇൻറ്റഗ്രൽ 2നെ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുത്തു, ഇൻറ്റഗ്രൽ x dy കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രൽ x dy ആയതുകൊണ്ട് x ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതായത് 2x ഇൻറ്റഗ്രൽ dy എന്ന് കിട്ടും. ഇൻറ്റഗ്രൽ dy എന്താ? y പ്ലസ് ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം ഏതാ വരിക? x ആണ്. അപ്പോൾ ഒരു ഒരു എക്സിൻ്റെ ഫംഗ്ഷനാണ് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഞാൻ c(x) എന്ന് എഴുതി. അടുത്തത് നമ്മൾ ഈ vനെ x വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ vനെ x വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ x വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2y കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ എന്ത് വരും? 2y എന്ന ആൻസർ കിട്ടും. ഓക്കെ, പ്ലസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ c(x) എന്ന് കിട്ടും. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി അല്ലാതെ കോഷി റൈമാൻ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്താ അറിയാം? vx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -uy ആണ്. ഓക്കെ, uy നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൽ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് vx എന്ത് കിട്ടി? 2y + 1 എന്ന് കിട്ടി. അപ്പോൾ ഈ മുകളിലെ ഒന്നാമത്തെ ഇക്വേഷനും ഈ രണ്ടാമത്തെ ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ vx ആണ്, ഇവിടെ vx ആണ്, ഇവിടെ 2y ആണ്, ഇവിടെ 2y ആണ്. അപ്പോൾ c(x) എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ c(x) 1 എന്ന് എടുത്തു. അതായത് c(x) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടി? x + c എന്ന് കിട്ടി. അപ്പോൾ c(x) കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് v(xy) ആണ്. നമ്മൾ മുൻപ് കണ്ടുപിടിച്ചിട്ടുണ്ട് v എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2xy + c(x) ആണ്. അപ്പം നമ്മൾ ഇത്രയും ചെയ്ത സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് c(x) എന്താണെന്ന് കിട്ടി? x + c ആണെന്ന് കിട്ടി. അപ്പോൾ ഇതിന് പകരം എന്ത് ഇട്ട് കൊടുത്താൽ മതി? x + c ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ v(xy) എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2xy + x + c എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. Therefore, the function u(xy) = x² - y² - y is harmonic and its harmonic conjugate is v(xy) = 2xy + x + c. ഇനിയും ഇതിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ തിയറി പാർട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൂടി എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്